കൂട്ടുകാരെ പഞ്ചാഗ്നിയിൽ കഥ മാറി മറിയുന്ന നിമിഷങ്ങൾ കൂട്ടുകാരെ നമ്മുടെ പഞ്ചരത്നങ്ങളും നമ്മുടെ കലാവധിയും ഏറ്റുപൊട്ടുന്ന ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ടോ. കാരണം നമ്മുടെ കലാവധി അവസാനം നമ്മുടെ ചന്ദ്രനെ വിളിക്കുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാം അമൃതയോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ നോക്കിക്കോ, ഇനി നിനക്കെതിരെ അവര് എല്ലാം എന്താ പറയുക യുദ്ധത്തിനായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലാവധിക്ക് ആകെപ്പാടൊരു എന്തായിരിക്കും ആ വോയിസിൽ എന്നുള്ള ഒരു കാര്യത്തിലാട്ടോ നമ്മുടെ കലാവധി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ചേട്ടൻ പറയുന്നത് ആ അളിയൻ പറഞ്ഞത് എന്താ പറയുക നുണകളാണെങ്കിൽ പോലും പക്ഷെ അവർ വിശ്വസിക്കും, മരണമൊഴിയല്ലേ, പോലീസ് പോലും വിശ്വസിക്കും എന്നൊക്കെ നമ്മുടെ കലാവധിയോട് പറയുന്നുണ്ട്. അപ്പോൾ കലാവധിക്ക് ആകപ്പാടെ വെപ്രാളം, തന്നെ കള്ളക്കളികളൊക്കെ നമ്മുടെ പഞ്ചരത്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകും എന്നറിയാൻ വേണ്ടി വേഗം നമ്മുടെ പഞ്ചരത്നങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ കലാവധി പോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു വെള്ളപൂശി കളയാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ സിസിലിയാണ് അവിടെ ചെല്ലുമ്പോൾ പറയുന്നത്, നമ്മുടെ അമൃതയൊക്കെ കാണുന്നതിന് മുമ്പ് നമ്മുടെ സിസിലി നമ്മുടെ കലാവധി ചെന്ന് കണ്ട് അവളോട് പറയുന്നുണ്ട്, ചന്ദ്രൻ എന്തൊക്കെയോ വോയിസ് മെസ്സേജ് അമൃതയ്ക്ക് അയച്ചിട്ടാണ് ഈ കടുങ്കൈ ചെയ്തിരിക്കുന്നത്. അമൃത ആ ഒരു വോയിസ് കേട്ടതിന് ശേഷം വളരെ അസ്വസ്ഥതയാണെന്നൊക്കെ പറയുന്നുണ്ട്, വളരെ എന്താ പറയുക കട്ടക്കലിപ്പിൽ നിൽക്കുകയാണെന്നൊക്കെ നമ്മുടെ സിസിലി പറയുന്നുണ്ട്. ആ സിസിലി നമ്മുടെ കലാവധിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമൃതയും അനഘയല്ല അഖിലയും കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമൃതയാണെങ്കിൽ ഭയങ്കര കലിപ്പോടുകൂടിയാണ് നമ്മുടെ കലാവധിക്ക് നേരെ വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം ഇതാണെന്നല്ലേ, ഇതിനു വേണ്ടിയാണെന്നല്ലേ ഈ ഒരു കപട സ്നേഹമൊക്കെ കപട നാടകമൊക്കെ ഞങ്ങളുടെ മുന്നിൽ കളിച്ചത് എന്നൊക്കെ നമ്മുടെ അമൃത കലിപ്പോടുകൂടി തന്നെ നമ്മുടെ കലാവധിയോട് പറയുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇനി നമ്മുടെ അമൃത ആ ഒരു കലാവധിയുടെ ആ ഒരു ചതി മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ ഇനി അല്ലെങ്കിൽ നാളത്തോടു കൂടി ഇനി വരുന്ന എപ്പിസോഡുകളോട് കൂടി തന്നെ നമ്മുടെ കലാവധിയുടെ ഒരു കപട നാടകം അവസാനിക്കുന്ന രംഗങ്ങളായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്നത് പോലെ പഞ്ചരത്നങ്ങൾ ഓൾറെഡി വന്ന ബുദ്ധികളാണെന്ന് നമുക്ക് കുറച്ചൊരു എപ്പിസോഡുകളിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കാരണം ശത്രുക്കൾ പറയുന്നത് മാത്രമേ അവർ വിശ്വസിക്കൂ, അതും പിന്നെയും നമ്മുടെ കലാവധി എന്തെങ്കിലും വെള്ളപൂശി പറയും, അതും ഇനി വിശ്വസിച്ച് സ്വന്തം അച്ഛനെ വീണ്ടും എന്താ പറയാ ചതിയനായിട്ട് കാണുക തന്നെ ആയിരിക്കുമോ നമ്മുടെ പഞ്ചരത്നങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നും നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.